സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ നടക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. നിലമ്പൂരിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. യു.ഡി.എഫിനായി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് അംഗം കുറിച്ചിരിക്കുകയാണെന്നും വൻ ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് ഇവിടെ വിജയിക്കുമെന്നും മതേതരത്വം സംരക്ഷിക്കുവാൻ ജനം വോട്ട് ചെയ്യുമെന്നും മലപ്പുറത്തെ അവഹേളിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അധികാരം നിലനിർത്താനാണ് മുനമ്പം വിഷയം കത്തിച്ചു നിർത്തുന്നതെന്നും ഈ വിഷയം അരമണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകുമെന്ന് സാദിഖലി തങ്ങൾ ഉറപ്പു നൽകിയിട്ടും അതിനെതിരെ സർക്കാർ മുഖം തിരിച്ചത് വർഗീയത ഇളക്കിവിട്ട് വോട്ട് നേടാൻ വേണ്ടിയാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പി.വി. അൻവർ എം.എൽ.എ പുറത്തേക്ക് പോന്നതുപോലെ ഇനിയും ഇടതുമുന്നണിയിൽ എം.എൽ.എമാരുടെ എണ്ണം കുറയുമെന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. നമ്മള് അംഗം കുറിച്ചിരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം. ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ജയിക്കണം. നമ്മൾ അംഗം കുറിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാനാണ്. ആരാണ് അതിന് നല്ലത് എന്ന് ഇനിയിപ്പോ വേറിട്ട് പറയേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട്, അവിടെ വെടിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നടക്കൂല. കാരണം ഇത് കേരളമാണ്, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണ് പറഞ്ഞത്. കേരളത്തിൽ വന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെയുള്ള പ്രസംഗങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവരത്തരം വർഗീയത വളർത്താൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ആ പരിപ്പ് ഇവിടെ പോകൂല. അതിനു വേണ്ടി ആര് കലം വെച്ചിട്ടും ഒരു കാര്യം. അതിവിടെ ബാബരി മസ്ജിദിന്റെ കാലത്തും ഇപ്പോഴും എപ്പോഴും തെളിഞ്ഞ കാര്യമാണ്. അതേതര നിലപാട് നമ്മുടെ സ്ട്രോങ്ങാണ്. നമുക്കറിയാം, ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം കടന്നുപോയി. എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലം കടന്നുപോയി. ഉമ്മൻചാണ്ടി, അന്ന് മാണി സാർ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പോലെ പറയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായി ഇവിടുത്തെ ജനവിഭാഗം പുരോഗതി പ്രാപിച്ചു. ശ്രീ ആര്യാടൻ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ നാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. വ്യാവസായികമായി വളർന്നിട്ടുണ്ട്. സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മാതിരി ബെല്ലും ബ്രേക്കില്ലാത്ത പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് ഈ നിലമ്പൂരിൽ ഇപ്പോൾ വന്ന് പ്രസംഗിച്ച മോഡൽ പ്രസംഗമൊന്നും ഒരാളും ആ കാലത്ത് ആരും ചെയ്തിട്ടില്ല. ഈ ചാനൽ നിലമ്പൂർ. ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.